ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് റമദാനൊക്കെ ആവാനായി. അപ്പോൾ നമ്മൾ നനച്ചുകൊള്ളി പരിപാടികളാണ്. അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഉള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഈ നനച്ചുകൊള്ളി എന്ന് പറഞ്ഞത് എല്ലാം കൂടി ഒരു ദിവസം എടുത്ത് തീർത്തതല്ല, വേറെ വേറെ ദിവസമാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്ത് തീർത്തത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുകളിൽ ആരും ഉപയോഗിക്കാത്ത നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിടുന്ന റൂം ഉണ്ടായിരുന്നു. അപ്പം ആ റൂം ഞാൻ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ബെഡിൻ്റെ മുകളിലുള്ള കുറേ കച്ചറ സാധനങ്ങളുണ്ടായിരുന്നു. അതിൽ വേണ്ടാത്തതൊക്കെ കത്തിക്കാൻ വേണ്ടി ആക്കി, ബാക്കിയൊക്കെ ഞാൻ അടുക്കി പെറുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതെല്ലാം അടിച്ചു വാരാമെന്ന് വിചാരിച്ചു. പിന്നെ മാറാലൊക്കെ തട്ടി, മുകളിൽ അധികം ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ മാറാലൊക്കെ ആവശ്യത്തിലധികം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തട്ടി തൊടിച്ച് വൃത്തിയാക്കി. പിന്നെ ഉണ്ടായിരുന്നത് ജനലൊക്കെ കുറേ തൊടിക്കാനുണ്ടായിരുന്നു, അത്രയും പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തൊടിച്ച് വൃത്തിയാക്കി. പിന്നെ ബെഡ് കവർ, സോഫ കവർ അതെല്ലാം തിരുമ്പാൻ വേണ്ടി എടുത്തു. ഇതിൻ്റെ റൂമിലത്തെ അലമാറ നീക്കിയപ്പം കണ്ട കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് അലമാര മേശയൊക്കെ ഒന്ന് നീക്കി നോക്കുക ഉള്ളിൽ എന്താ അവസ്ഥ എന്ന്. അപ്പോൾ എൻ്റെ നീക്കിയപ്പോൾ കണ്ടതാണ് ഇത്. അപ്പോൾ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തു. കുറച്ച് പാടുപെട്ടിട്ടാണ് ഇതൊക്കെ ക്ലീൻ ചെയ്തെടുത്തത്. ചില്ലറ പണിയൊന്നും ഇല്ലേനും കുറച്ചധികം. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഷോക്കേസിൻ്റെ അവിടെയുള്ള ചുമര് മതിലൊക്കെ ചളി പിടിച്ച് നിൽക്കുന്നുണ്ടാവും, പൊടിയൊക്കെ പാറിയിട്ട്. അപ്പോൾ നമ്മൾ അത് എപ്പോഴും ഇങ്ങനെ തേച്ച് കഴുകുന്നില്ലല്ലോ. അപ്പോൾ ഇതുപോലത്തെ ദിവസങ്ങളിലാണ് നമ്മൾ തേച്ച് കഴുകുക. അപ്പോൾ ജനലിൻ്റെ സൈഡിലുള്ള ചുവര് അതെല്ലാം ഞാൻ സോപ്പിട്ടിട്ട് ഒരിച്ച് വൃത്തിയാക്കി കഴുകിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണ്. ഒന്നാമത് ചെടി വെക്കുന്നതും കൊണ്ട് അതിൻ്റെ ചളി ഉണ്ടാവും. പിന്നെ അടുത്ത വീട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പൊടി പാറിയിട്ട് നന്നായിട്ട് ചുവപ്പ് കളറാവും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ചളിയായി കിടക്കുന്നത്. അല്ലാണ്ട് ഞാൻ എപ്പോഴും വൃത്തിയാക്കി വെക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. എൻ്റെ റൂം മാത്രം, ബാക്കിയൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യില്ലല്ലോ, ഇടയ്ക്കിടയ്ക്കല്ലേ ചെയ്യുള്ളൂ. എനിക്ക് ആദ്യം ഈ ക്ലീനിങ് എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ്. കുക്കിങ് അങ്ങനത്തെ പരിപാടി എനിക്ക് അത്ര ഇഷ്ടമില്ല. പക്ഷെ ക്ലീനിങ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. അപ്പം ഭയങ്കര ഒരു സമാധാനം നമ്മൾ വൃത്തിയാക്കിയിട്ട് ബിഫോറും ആഫ്റ്ററും കാണുമ്പോൾ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും നല്ല സിമ്പിളായിട്ടാണ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എനിക്ക് വലിയ മടിയൊന്നും ഇല്ലായിരുന്നു ഇത് എടുക്കാനൊക്കെ. പിന്നെ അതൊക്കെ ക്ലീനാക്കി, ബെഡ് തുടച്ചു, അൽമാര തുടച്ചു, പിന്നെ ബാത്റൂമിൻ്റെ ഡോറ്, റൂമിൻ്റെ ഡോറ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഡോറുമേലൊന്നും അത്ര ചളി ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ വേഗം തന്നെ തുടച്ചെടുത്തു. പിന്നെ കട്ടിൽമേലേക്കാണ് ഞാൻ അൽമാറിൻ്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്തത്, അൽമാരൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ റൂമിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡ് ഫാനും അല്ലാത്ത ഫാനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. വീഡിയോയിൽ കാണുന്ന പോലെ എത്ര സ്പീഡിലൊന്നും പണി തീരാറില്ല. രാവിലെ തുടങ്ങിയ പണി വൈകുന്നേരം തീരാറുള്ളൂ. അന്നത്തെ ദിവസം കൊണ്ട് തന്നെ ഫസ്റ്റ് മുകളിൽ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് താഴത്ത് പോയിട്ടും കുറച്ച് ക്ലീനൊക്കെ ചെയ്തു റൂമുകളൊക്കെ. ഇത് മുകളിൽ ടെറസിലേക്കുള്ള ഡോറാണ്. അതിന് താഴത്താണ് കിച്ചൺ. അപ്പോൾ അതിൻ്റെ പുകയൊക്കെ കയറിയിട്ട് ഈ ഡോറ് ഭയങ്കര നാശമായി കിടക്കാനും ഭയങ്കര ചളി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പം അതും ക്ലീനൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ മറ്റേ സ്റ്റെപ്പിൻ്റെ അവിടെയുള്ള കോണീൻ്റെ അവിടെയുള്ള ആ കമ്പികളൊക്കെ തേച്ചൊരിച്ച് കഴുകി. പിന്നെ താഴത്താണെങ്കിൽ നനച്ചു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പം താഴത്തും കുറേ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുകളിൽ കംപ്ലീറ്റ് എടുത്തു, എന്നിട്ട് പിന്നെ താഴോട്ടേക്ക് പോയി. മുകളിൽ ഞാൻ ഫസ്റ്റത്തെ ദിവസം തൊടിച്ചിട്ടില്ല, ബാക്കിയെല്ലാം ചെയ്തു. പിന്നെ അടുത്ത ദിവസമാണ് ഞാൻ തൊടിക്കാൻ നിൽക്കുന്നത്. താഴത്താണെങ്കിലും എല്ലാം വലിച്ചു വാരി ഡൈനിങ് ഹാളിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റൂമൊക്കെ വൃത്തിയാക്കിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഒരു ദിവസമാണ് ഡൈനിങ് ഹാൾ ചെയ്തത്, പിന്നെയാണ് കൊലായി ചെയ്തത്, പിന്നെയാണ് കിച്ചൺ ചെയ്തത്. എല്ലാം വേറെ വേറെ ദിവസമായിരുന്നു ചെയ്തത്. ഫസ്റ്റ് ദിവസം റൂമുകളൊക്കെ ചെയ്തതായിരുന്നു. പിന്നെ ആ ദിവസം അങ്ങനെ കഴിഞ്ഞു. അന്ന് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കിച്ചണിൽ റൂമിലൊക്കെ വെക്കാൻ പറ്റിയ റാക്കാണ്. ഞാൻ റൂമിലേക്കാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിച്ചിട്ടു, ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നല്ല രസം കിട്ടും കാണാൻ. റൂമിൽ വെച്ചിട്ട് നമുക്ക് മേക്കപ്പ് സാധനങ്ങൾ, സ്പ്രേ, ക്രീം അങ്ങനത്തെ അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം ഞാൻ ഓൾറെഡി ഇന്നലെ തൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇന്ന് ഫുള്ളായിട്ട് ഒന്ന് തൊടിച്ചെടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ റാക്ക്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള റാക്കാട്ടോ, ഒരുപാട് സാധനങ്ങൾ കൊള്ളും. പിന്നെ മൂന്നാമത്തെ ദിവസം നമ്മൾ വർക്ക് ഏരിയ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെയാണ് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എല്ലാം ഉള്ളത്. അപ്പോൾ ഫ്രിഡ്ജൊക്കെ നല്ല ക്ലീനാക്കി ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ കഴുകാനെടുത്ത്, എന്നിട്ട് അവിടെ ഫുള്ളുള്ള ജനലും ഗിൽസൊക്കെ ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ടോ. അങ്ങനെ അത് ഫുള്ള് ക്ലീൻ ചെയ്ത് നാലാമത്തെ ദിവസം കൊലായിൽ അതും നല്ലതായിട്ട് തേച്ചൊരച്ച് കഴുകിയിട്ടുണ്ട്. പക്ഷേ കഴുകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം എല്ലാവരും ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നാണെങ്കിൽ ഞാൻ ചോറൊക്കെ തിന്ന്, ചോറിന് നല്ല ചോറും പച്ചക്കറിയും ചമ്മന്തിയും പിന്നെ കാടമുട്ട ഉണ്ടായിരുന്നു. അപ്പം ഫുഡൊക്കെ കഴിച്ച് പിന്നെ അഞ്ചാമത്തെ ദിവസമാണ്, ലാസ്റ്റ് ഡേ ആണ് നമ്മൾ അടുക്കള ചെയ്യുന്നത്. അടുക്കളയിലാണല്ലോ കൂടുതൽ പണികൾ ഉണ്ടാവുക, കാരണം എല്ലാ പാത്രങ്ങളും എടുക്കണം, കുപ്പികൾ പാട്ടകളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അത് ലാസ്റ്റിലേക്ക് വെച്ചതായിരുന്നു. അപ്പം അഞ്ചാമത്തെ ദിവസം നമ്മളുള്ള പാട്ടകളൊക്കെ കഴുകി വെച്ച്, പ്ലേറ്റ്, പാത്രങ്ങൾ, റാക്ക് ഫുള്ള് കംപ്ലീറ്റ് കഴുകി, പിന്നെ ഫുള്ള് അടിച്ചു വാരി തീയിട്ട് അടുക്കള ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ അതാത് സ്ഥാനത്തേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു സബ്സ്ക്രൈബ്.